ഇനിയും ലഹരി മാഫിയയുടെ കൈയും പിടിച്ച് വിരട്ടലുമായി വരുന്നത് മുഹമ്മദ് ഫിയാസിന് ഗുണം ചെയ്യില്ലെന്ന് മാത്രം സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമസ്കാരം. മുഖം വെളുപ്പിക്കാൻ എന്ന വ്യാജേനെ ആളെ കൊല്ലി ക്രീം വിൽപ്പന നടത്തുന്ന ചങ്ങനാശ്ശേരി പുത്തൂർ കുളത്തുമട്ടിൽ മുഹമ്മദ് ഫിയാസ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ജൂൺ 13 മുതൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത വാർത്താ പരമ്പരയോടെ നടന്ന പോലീസ് റെയ്ഡിനെ തുടർന്ന് ക്രീം നിർമ്മാണവും വിൽപ്പനയും താൽക്കാലികമായി അവസാനിപ്പിച്ച ഇവർ വീണ്ടും 50ഓളം വരുന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴി ക്രീം വിൽപ്പന നടത്തുകയാണ്. നേരത്തെ ക്രീം നിർമ്മാണം നടത്തിയിരുന്ന സ്ഥലത്ത് നിന്നും മാറിയാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വാർത്ത നൽകാതെ ഇരിക്കാനായി ഫസ്റ്റ് റിപ്പോർട്ടിന് 25 ലക്ഷം രൂപ ഓഫർ ചെയ്യുന്ന ഓഡിയോ സഹിതമാണ് അന്ന് ഞങ്ങൾ വാർത്ത നൽകിയത്. പിന്നാലെ എത്തിയ ഇടനിലക്കാരും ഭീഷണിപ്പെടുത്തലുകളും ഫസ്റ്റ് റിപ്പോർട്ട് മുഖവിലക്കെടുത്തില്ല. അതേസമയം ഞങ്ങൾ നൽകിയ പരാതികളിൽ സംസ്ഥാന ആരോഗ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനോടാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉചിതമായ നടപടിക്കാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാമെന്ന കുറ്റം പ്രഥമ ദൃഷ്ട്യാ മുഹമ്മദ് ഫിയാസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റങ്ങളും ഫിയാസ് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ 3 വർഷമായി വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ഈ ക്രീമിന്റെ കവറിൽ നിർമ്മാതാക്കളുടെ പേര് അല്ലാതെ വിലാസമോ വെബ്സൈറ്റോ ലൈസൻസ് വിവരങ്ങളോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മജാസ് കോസ്മെറ്റിക് എന്ന കമ്പനി ദുബായിൽ ഇല്ലെന്നാണ് മനസ്സിലായത്. മാത്രമല്ല, ഇറക്കുമതി ചെയ്തതാണെങ്കിൽ ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഇന്ത്യയിലെ ഒരു അഡ്രസ് പോലും ഈ കവറിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ ലഭിക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴി ഓർഡർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൊറിയർ കവറിന് പുറത്തുള്ള അഡ്രസ് മാത്രമാണ്. ബ്യൂട്ടി ക്രീം PMJ കോംപ്ലക്സ് ചങ്ങനാശ്ശേരി, പിൻകോഡ് 682103 എന്ന വിലാസം മാത്രമാണ് ലഭിക്കുന്നത്. ക്രീമിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ലഭിച്ച പരാതിന്മേൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ റിമൂവ് ചെയ്യുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് ഡ്രഗ്സ് കൺട്രോളർ കടന്നതായാണ് വിവരം. മെമ്പർനെസ് നെഫ്രോപ്പതി പോലുള്ള വൃക്കയെ ബാധിക്കുന്ന മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന തരത്തിൽ ലോഹമൂലകങ്ങൾ അമിതമായി ക്രീമിൽ ചേർത്തിട്ടുണ്ടെന്നാണ് പ്രഥമ ദൃഷ്ട്യാ അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മുഖം വെളുക്കാനായിട്ടാണ് ലോഹമൂലകങ്ങൾ അമിതമായ അളവിൽ ചേർക്കുന്നതെന്നാണ് ഈ രംഗത്തെ പ്രമുഖർ സാക്ഷ്യപ്പെടുത്തുന്നത്. മുഖം വെളുക്കാൻ ഉപയോഗിക്കുന്ന ഡെർമോവൈറ്റ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതിനായി പാകിസ്ഥാനിൽ നിന്നുമാണ് കുളത്തുമട്ടിൽ മുഹമ്മദ് ഫിയാസ് എത്തിക്കുന്നതെന്ന ആരോപണവും ഇതിനിടയിൽ ശക്തമാണ്. ഇത് കുളത്തുമട്ടിൽ മുഹമ്മദ് ഫിയാസിനോട് ഫസ്റ്റ് റിപ്പോർട്ടിന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. കുടുംബക്കാരുടെ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ച് എത്ര ഭീഷണി മുഴക്കിയാലും വ്യാജ പരാതികൾ എത്ര തന്നെ ഞങ്ങൾക്കെതിരെ കൊടുത്താലും പെടാൻ പോകുന്നത് നിങ്ങൾ മാത്രമാണ്. ഏതോ വിവരമില്ലാത്ത വക്കീൽ അയാൾക്ക് കാശുണ്ടാക്കാനായി മാത്രം നിങ്ങളെ വെച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടിയാകാൻ പോകുന്നത്. നിയമപരമായി ഈ ക്രീം വിൽപ്പനയ്ക്കെതിരെ ഫസ്റ്റ് റിപ്പോർട്ടിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. അനധികൃത സ്വത്ത് സമ്പാദത്തിന് പിഴയും അടപ്പിക്കും. ഇനിയും ലഹരി മാഫിയയുടെ കൈയും പിടിച്ച് വിരട്ടലുമായി വരുന്നത് മുഹമ്മദ് ഫിയാസിന് ഗുണം ചെയ്യില്ലെന്ന് മാത്രം സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയാണ്.